മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളില്ല എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. വായ്പയ്ക്ക് 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കും. തിരിച്ചടവ് പുനഃക്രമീകരിക്കും. മൊറട്ടോറിയം പോരാ എന്നും വായ്പ എഴുതിത്തള്ളുന്നത് പരിഗണിക്കണമെന്നും കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിച്ചു. ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജ്തബ, ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ തൃപ്തി അറിയിക്കുന്നുണ്ടോ കോടതി? ഇതിനകത്തൊരു ചില പ്രധാനപ്പെട്ട വിഷയം ഈ ബാങ്ക് എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിരവധി സിറ്റിംഗുകളിൽ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകമായി സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ നിരവധി സിറ്റിംഗുകളിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേന്ദ്രത്തോട് പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇളവുകൾ അനുവദിക്കുന്ന, പ്രത്യേകിച്ച് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിലേക്ക് ഒരു പോളിസിപരമായ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച്. പക്ഷേ ഇന്നിപ്പോൾ കേന്ദ്രത്തിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന ബാങ്ക് സമിതിയുടെ യോഗത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് കേന്ദ്രം 1 വർഷത്തെ മൊറട്ടോറിയം ഈ ബാങ്കുകൾക്ക് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് അതൊരു പുതിയ ലോണായി അല്ലെങ്കിൽ പുതിയ വായ്പയായി പരിഗണിക്കുന്ന കാര്യവും ആ തരത്തിലുള്ള ചർച്ചകളാണ് അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അപ്രൂവ് ചെയ്തിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞു. ഇതിനാണ് ഇപ്പോൾ ഹൈക്കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം മുതൽ ആ 1 വർഷത്തെ മൊറട്ടോറിയം കഴിഞ്ഞാൽ പിന്നീട് ആ മൊറട്ടോറിയത്തിന് ഉൾപ്പെടെ പലിശ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും അത് ഈ ദുരന്ത ബാധിതർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. അല്ലെങ്കിൽ 1 വർഷത്തെ ഇളവ് എന്നത് പ്രാബല്യത്തിൽ വരില്ല. നമുക്കറിയാം, മുമ്പൊക്കെ പലതവണ മൊറട്ടോറിയം പ്രഖ്യാപിച്ചപ്പോഴും അതിനുശേഷം പിന്നീട് സമാന കാലത്തെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ പലിശ ഉൾപ്പെടെ അടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയും? അത് ദുരന്ത ബാധിതർക്ക് എന്ത് ഇളവ് നൽകും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വായ്പ എഴുതിത്തള്ളുന്നത് സംബന്ധിച്ച് കൃത്യമായി തന്നെ പ്രത്യേകിച്ച് ഒരു മൈൻഡ് അപ്ലൈ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഒരു തീരുമാനമെടുക്കുമ്പോൾ കുറച്ചുകൂടി യുക്തിസഹമാകണ്ടേ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. ഒരു വർഷത്തേക്ക് മൊറട്ടോറിയം മാത്രം പ്രഖ്യാപിച്ചാൽ പോരാ, വായ്പ എഴുതിത്തള്ളുന്നത് സംബന്ധിച്ച് തന്നെ പരിഗണിക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി കേന്ദ്രത്തോട് പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കാമെന്ന ഒരു തീരുമാനത്തിൽ തൃപ്തരല്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. അമൃത. ശരി മുജ്തബ.